ഹലോ നമസ്കാരം. ബസൂക്ക റിട്ടൺ ആൻഡ് ഡയറക്റ്റഡ് ബൈ ഡീനോ ഡെന്നീസ്. ബസൂക്കയെ കുറിച്ച് ഒറ്റ വാക്കിൽ പറയുകയാണെങ്കിൽ ഗെയിം ത്രില്ലർ പറഞ്ഞ പ്രത്യേകിച്ച് ഒന്നുമില്ല. നമ്മുടെ പിള്ളേരും എല്ലാവരും കളിക്കുന്ന ഗെയിംസ് ഇല്ലേ, അത് വെച്ചിട്ടൊരു ത്രില്ലർ ഉണ്ടാക്കിയാണ് ഇവര്. എന്റെ കഴിഞ്ഞ വീഡിയോയില് ഞാൻ ഓൾറെഡി പറഞ്ഞിരുന്നു, ബസൂക്കയുടെ ട്രെയിലർ എനിക്ക് കുറച്ച് ഊഹങ്ങളുണ്ടെന്ന് പറഞ്ഞിരുന്നു. ട്രെയിലർ പോലെ ആയിരിക്കില്ല സിനിമ എന്ന് ഞാനൊരു ഊഹം പോലെ പറഞ്ഞിരുന്നു. അത് ഓൾമോസ്റ്റ് കറക്റ്റ് ആണ്. അതായത് ഞാൻ അതിൽ പറഞ്ഞത് ഒരു സൈക്കോപാത്ത് അല്ലെങ്കിൽ സീരിയൽ കില്ലറിനെ സെർച്ച് ചെയ്തിട്ടാണ് ഇവർ രണ്ടുപേരും പോകുന്നത് എന്നുള്ളൊരു ഒരു ഗസ് വർക്ക് ഞാൻ ചെയ്തിരുന്നു. ഇതിലൊറ്റ വ്യത്യാസം എന്ന് വെച്ച് കഴിഞ്ഞാൽ സൈക്കോപാത്ത് ആണ്, അതേപോലെ വില്ലൻ സൈക്കോപാത്ത് പ്ലസ് ഒരു മോണോസോഡിയാക്ക് അങ്ങനത്തെ ഒരു പേര് പറയുന്നത്, ഞാൻ വിട്ടുപോയ പേര്, അതാണ് സൈക്കോപാത്ത്. പിന്നെ ആള് സീരിയൽ കില്ലർ അല്ല, സീരിയൽ റോബറി ആണ് പുള്ളി ചെയ്യുന്നത്. അവരെ കണ്ടുപിടിക്കാനാണ് ഈ ഗൗതം മേനോനായാലും മമ്മൂട്ടി ആയാലും ശ്രമിക്കുന്നത്. പടത്തെ കുറിച്ച് കുറെ കമന്റ്സ് വന്നിരുന്നു. അതായത് ബസ്സിൽ ഇരുന്ന് യാത്ര ചെയ്ത് കഥ പറയുന്ന ഇക്ക ബസൂക്ക എന്നൊക്കെ പറഞ്ഞിട്ട് കുറെ ട്രോളുകൾ കണ്ടിരുന്നു. ഈ സിനിമ ഫസ്റ്റ് തുടങ്ങുന്നത് ബസ്സിലാണ്, ബസ്സിൽ നിന്ന് കഥ പറഞ്ഞ് തുടങ്ങുന്നു. പക്ഷെ അത് നമുക്ക് കുറച്ച് ലാഗാണ് തോന്നുമെങ്കിലും ഈ പടത്തിന്റെ ക്ലൈമാക്സ് സീനുകൾ നമ്മൾ കാണുമ്പോൾ അവിടം തൊട്ട് ഈ ഫസ്റ്റ് സ്റ്റാർട്ടിങ് തൊട്ട് ഈ പടം ലാഗായി പോകുന്നതിന്റെ കാരണം എന്താണെന്ന് നമുക്ക് മനസ്സിലാവും. ഈ സിനിമ ശരിക്കും റിവ്യൂ ക്ലിയർ ആയിട്ട് പറഞ്ഞു വരുമ്പോൾ അത് ഫുൾ സ്പോയിലർ ആയി പോകും. പക്ഷെ ഇത് സ്പോയിലർ ഇല്ലാതെ പറയാൻ ഞാൻ പരമാവധി ശ്രമിക്കാം. ഈ സിനിമയുടെ നല്ലതും മോശവുമായ കാര്യങ്ങൾ ഞാൻ ഒരുമിച്ച് പറഞ്ഞു പോകും. പ്ലസ് ഇതിന്റെ ഒരു റേറ്റിംഗും ഞാൻ ഇതിനിടയിൽ പറയാം. പിന്നെ ഇത് ഏതുതരം പ്രേക്ഷകർക്കാണ് ഇഷ്ടപ്പെടുക, ആരാണ് ഈ സിനിമയ്ക്ക് ടിക്കറ്റ് എടുക്കേണ്ടതെന്ന് ഞാൻ പറയാം. ആദ്യം തന്നെ പറയുകയാണെങ്കിൽ ഇതിൽ പോസിറ്റീവ് എന്ന് പറയുകയാണെങ്കിൽ ഡയറക്ഷൻ തന്നെയാണ്. ആദ്യമായിട്ട് ഡയറക്ട് ചെയ്യുന്ന ഡീനോ ഡെന്നീസ് ഒരു പുതുമുഖ സംവിധായകനാണെന്ന് തോന്നിപ്പിക്കാത്ത രീതിയിൽ പുള്ളി ഇത് ചെയ്തു വെച്ചിട്ടുണ്ട്. ഡയറക്ഷന്റെ കൂടെ തന്നെ പറയുന്ന ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ പടത്തിന്റെ ലെങ്ത് ഇവർക്ക് കുറച്ച് ട്രിം ചെയ്തിരുന്നെങ്കിൽ ഈ ലാഗിന്റെയും അതുപോലെ ഈ പറയുന്ന കുറച്ച് നെഗറ്റീവ് കമന്റ്സുകളും ഇവർക്ക് ഒഴിവാക്കായിരുന്നു. ഒരു 2 മണിക്കൂർ 40 മിനിറ്റ് സിനിമ ഒരു 2.25 മണിക്കൂറിൽ ഒരു 20-25 മിനിറ്റ് ഇവർ ട്രിം ചെയ്തിരുന്നെങ്കിൽ കുറച്ചും കൂടി ബെറ്റർ ആയേനെ എന്ന് എനിക്ക് തോന്നി. പിന്നെ രണ്ടാമത്തെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, രണ്ടാമത്തെ മെയിൻ പോസിറ്റീവ് എന്ന് പറഞ്ഞാൽ മമ്മൂക്ക തന്നെയാണ്. മമ്മൂക്കയുടെ ആ അപ്പിയറൻസ് ആയാലും ആക്ടിങ് വൈസ് ആയാലും എല്ലാം അത് സ്ക്രീൻ പ്രസൻസ് അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട് പടത്തില്. അതിൽ തന്നെ ഒരു നെഗറ്റീവ് എനിക്ക് തോന്നിയത് മമ്മൂട്ടിയുടെ ആക്ഷൻ സീൻസുകളാണ്. കാരണം പ്രായം നമ്മൾ നോക്കണം, ഈ പ്രായത്തിൽ ആൾ ചെയ്യുന്നുണ്ടല്ലോ, അത് വലിയൊരു കാര്യം തന്നെയാണ്. അത് മാനിച്ചുകൊണ്ട് തന്നെ ഞാൻ പറയാണ് ആക്ഷനൊക്കെ. പിന്നെ മമ്മൂക്ക നമ്മൾ നിന്നിട്ടുള്ള ഇടിയാണ് പുള്ളിയുടെ മെയിൻ ആക്ഷൻ. മമ്മൂട്ടിയുടെ ആക്ഷൻ രംഗങ്ങള് കറക്റ്റ് ആയിട്ട് അവതരിപ്പിക്കാൻ കഴിഞ്ഞിരിക്കുന്നത് അമൽ നീരദിന്റെ ബിഗ് ബീം ഭീഷ്മപർവത്തിലുള്ള ആക്ഷൻ, അത് മമ്മൂക്കി നിന്നോടത്ത് നിന്ന് ഇടിച്ചാലും ആ ഒരു പഞ്ച് കിട്ടുന്ന രീതിയിലാണ്. പക്ഷെ ഇതിൽ എനിക്ക് അത്ര ആക്ഷൻ സീൻസ് ഒന്നും അത്ര അടിപൊളിയായിട്ട് എനിക്ക് തോന്നിയില്ല. പിന്നെ അതിൽ അടുത്ത പോസിറ്റീവ് എന്ന് പറഞ്ഞാൽ ആക്ടേഴ്സ് തന്നെയാണ്. ആക്ടേഴ്സ് എന്ന് പറയുമ്പോൾ ഗൗതം മേനോൻ, മമ്മൂട്ടി, പിന്നെ ഹക്കീം ഷാ, പിന്നെ ഈ ഗൗതം മേനോന്റെ ഗ്രൂപ്പിലുള്ള ഒരു 3 പോലീസുകാർ, ഒരു ലേഡി അടക്കമുള്ള 2 പോലീസുകാർ, അതിൽ സിദ്ധാർത്ഥ് ഭരതനുണ്ട്, മറ്റവരുടെ പേര് ഞാൻ സെർച്ച് ചെയ്തില്ല. അവരെല്ലാം നന്നായിട്ട് ചെയ്തിട്ടുണ്ട്, അവരുടെ റോളുകളൊക്കെ നന്നായി ചെയ്തിട്ടുണ്ട്. പിന്നെ അതില് എനിക്ക് തോന്നിയത് ഹക്കീം ഷാ മമ്മൂക്കേനെ ബ്രോ എന്ന് വിളിക്കുന്നുണ്ട്. അത് വളരെ അലമ്പായിട്ട് തോന്നി. കാരണം 1-2 പ്രാവശ്യമല്ല, ഞാനൊരു എണ്ണി നോക്കിയിട്ടുണ്ടെങ്കിൽ ഒരു 5-10 പ്രാവശ്യം പുള്ളി ഇങ്ങനെ ബ്രോ എന്ന് വിളിക്കുന്നുണ്ട്. അത് നമുക്കൊരു അരോചകമായിട്ട് തോന്നി. കാരണം മമ്മൂക്കയുടെ പ്രായം എല്ലാവർക്കും അറിയാവുന്നതാണ്, ഒരു കുഞ്ഞിന് വരെ അറിയാവുന്നതാണ്. ആളെ കയറി ബ്രോ എന്ന് ഒരു വട്ടം വിളിച്ചാൽ ഓക്കെ, ഒരു 5-10 പ്രാവശ്യം ഇങ്ങനെ വിളിച്ചോണ്ടിരിക്കുമ്പോ അതൊരു വളരെ നെഗറ്റീവായിട്ട് എനിക്ക് തോന്നി പടത്തില്. പിന്നെ ജോമോൻ ജോദറിന്റെ കുറച്ച് വാഴയിലൊക്കെ ഉള്ള പുള്ളി ഉണ്ടല്ലോ, പുള്ളി ബസ്സിലുള്ള 1-2 ചളികളൊക്കെ ഒഴിവാക്കിയാൽ ബാക്കിയെല്ലാം ഓക്കെ ആയിട്ടാണ് എനിക്ക് തോന്നിയത്. പിന്നീട് സിനിമയിലെ BGM എനിക്ക് തോന്നിയത് ഒരു ഓക്കെ ഫീലിംഗ് ആണ്, ഒരു ആവറേജ് ഫീലിംഗേ ഉള്ളൂ. അതായത് വലിയ ഹൈ മൊമെന്റ് ഒന്നും BGMന് തരാൻ പറ്റിയിട്ടില്ലെന്ന് എനിക്ക് തോന്നിയില്ല. പിന്നെ സിനിമയുടെ പ്ലോട്ട് പറഞ്ഞ ഇത്രേ ഉള്ളൂ. അതായത് ഒരു സൈക്കോപാത്ത് ആയിട്ടുള്ള, ഒരു ഗെയിം അഡിക്റ്റ് ആയിട്ടുള്ള ഒരാള്, അതാണ് വില്ലൻ. ആള് എന്താ പറയാ, സീരിയൽ ആയിട്ട് റോബറി ചെയ്തുകൊണ്ടിരിക്കുന്നു. അത് പോലീസിനെ ചലഞ്ച് ചെയ്യുന്നു. അത് ചെയ്യാനായിട്ട് പോലീസിനെ ചലഞ്ച് ചെയ്യാൻ ഒരു കാരണമുണ്ട്. അത് എന്താണെന്ന് ലാസ്റ്റ് ക്ലൈമാക്സിൽ മനസ്സിലാവും. അങ്ങനെയാണ് പടത്തിന്റെ സെറ്റ് ചെയ്തേക്കണത്. പിന്നെ ഈ ഫസ്റ്റ് ഹാഫിൽ വരുന്ന ഒരു ലാഗിങ്ങും സെക്കൻഡ് ഹാഫും കഴിഞ്ഞിട്ടാണ് ക്ലൈമാക്സ് വരുന്നത്. അപ്പൊ ക്ലൈമാക്സ് എന്താ പറയാ, ഒരു സെറ്റ് ആവണമെങ്കിൽ ഈ ഫസ്റ്റ് ഹാഫ് തൊട്ട് ഒരു സ്റ്റോറി ബിൽഡപ്പ് ചെയ്ത് വരണല്ലോ. അതിന്റെ ഒരു ലാഗിങ് പടത്തിനുണ്ട്, അത് ഞാൻ സമ്മതിക്കുന്നു. പക്ഷെ
എന്നിരുന്നാൽ പോലും ഒരു ത്രില്ലർ സിനിമകൾ ഇഷ്ടപ്പെടുന്ന അല്ലെങ്കിൽ മമ്മൂക്ക ഫാൻസിനോ അല്ലെങ്കിൽ മമ്മൂക്കയെ ഇഷ്ടപ്പെടുന്ന ആർക്കും ടിക്കറ്റ് എടുക്കാവുന്ന ഒരു സിനിമയായിട്ടാണ് എനിക്ക് തോന്നിയത്. പിന്നെ എനിക്കൊരു കാര്യം തോന്നിയത്, ഒരു 80s 90s കിഡ്സിനേക്കാൾ ഉപരി 2K കിഡ്സിന് കുറച്ചും കൂടി കണക്ട് ആവുന്നു ഈ സിനിമ. അതായത് ഗെയിംസ് കാര്യങ്ങൾ കൂടുതൽ ചെയ്യുന്നത് 2K കിഡ്സ് ആണല്ലോ. പ്ലസ് പക്ഷേ ഈ 80s 90s കിഡ്സിന് അറിയുന്ന ടൈപ്പ് ഗെയിംസുകൾ തന്നെയാണ് ഇതിലുള്ളത്. പിന്നെ ആ ഗെയിംസ് എന്താണെന്നൊക്കെ എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്. ആർക്കും മനസ്സിലാവാത്ത രീതിയിലൊന്നല്ല, ഒരു കോംപ്ലിക്കേറ്റഡ് സ്റ്റോറി ഒന്നല്ല സംഭവം, സിമ്പിൾ സ്റ്റോറിയാണ്. പക്ഷെ അതിൽ ഗെയിംസ് വന്നു എന്നുള്ളൂ. പിന്നെ ഇതിപ്പോ ആർക്ക് കാണാം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മമ്മൂക്കയെ സ്ക്രീനിൽ കാണാൻ ആഗ്രഹിക്കുന്നവർക്കും പിന്നെ ഒരു ത്രില്ലർ മൂവി വളരെ ക്ഷമയോടെ ഇരുന്ന് കാണാൻ ആഗ്രഹിക്കുന്നവർക്കും ധൈര്യമായി ടിക്കറ്റ് എടുത്ത് കാണാൻ പറ്റുന്ന ഒരു സിനിമയാണ്. എൻ്റെ ഒരു റേറ്റിംഗ് എന്ന് പറയുകയാണെങ്കിൽ ഒരു ആവറേജ് മൂവി എന്ന റേറ്റിംഗ് ആണ് ഞാൻ കൊടുക്കുന്നത്. 2.5 ഔട്ട് ഓഫ് 5 എന്നൊരു റേറ്റിംഗ് ആണ് ഞാൻ ഇതിന് കൊടുക്കുന്നത്. അപ്പോൾ സിനിമ കണ്ടവർ ഇതിൽ അഭിപ്രായം പറയാ. പിന്നെ കൂടുതൽ സ്പോയിലർ ആയിട്ട് പറയാൻ പറ്റില്ല. പിന്നെ അതിൽ മെയിൻ എടുത്തു പറയേണ്ട മറ്റൊരു കാര്യം ഇതിന്റെ ക്ലൈമാക്സ് ആണ്. അതെല്ലാവരും ഒരു അറിഞ്ഞിട്ടുണ്ടാവും. ഒരു അവസാനത്തെ 20-25 മിനിറ്റ് ആണ് ഇതില് എന്താ പറയാ കുറച്ച് എലിവേറ്റ് ആയി വന്നിട്ടുള്ള സീനുകൾ ഉള്ളത്. അത് വില്ലൻ ആരാന്നും വില്ലൻ എങ്ങനെയാന്നൊക്കെ അത് കണ്ടു തന്നെ മനസ്സിലാക്കുക. അപ്പൊ അത്രേ ഉള്ളൂ. അപ്പൊ അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.